ഹരേ കൃഷ്ണ. ജൂൺ മാസം കുറേ പേർക്ക് വളരെ ആശ്വാസം കിട്ടുവാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. എന്താണെന്നാൽ ചൊവ്വ വളരെയേറെ സമയം കൊണ്ട് നീചസ്ഥിതിയിൽ ആയിരുന്നു. ഇപ്പോൾ ഇതാ പരിവർത്തനം ചെയ്യാൻ പോകുന്നു. ഇടവരാശി വിട്ട് മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ചൊവ്വ വ്യാഴന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇതൊരു വിശേഷപ്പെട്ട സമയം എല്ലാ രാശിക്കാർക്കും ആണ് ഈ ജൂൺ മാസം. അത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായ വീഡിയോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ദയവായി കാണുക. ഈ വീഡിയോ ചന്ദ്രരാശി അനുസരിച്ചുള്ള പ്രവചനമാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും നിങ്ങളുടെ നക്ഷത്രം കമൻ്റ് ചെയ്യുവാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. മേടരാശിക്കാർക്ക് ജൂൺ മാസം ഈ നവഗ്രഹങ്ങൾ എന്തെല്ലാം ഫലങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. കുറെ കാലങ്ങൾ കൊണ്ട് ചൊവ്വ നീചസ്ഥിതിയിലായിരുന്നു. ജൂൺ 15 ശേഷം സൂര്യന്റെ രാശിയിലേക്ക് വ്യാഴത്തിന്റെ കൂടെ 15 ജൂണിന് ശേഷം സൂര്യൻ വ്യാഴത്തിന്റെ കൂടെ ജോയിൻ ചെയ്യും. ഇതൊരു പ്രത്യേക യോഗം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് നല്ല നല്ല വാർത്തകൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ആദ്യമായിട്ട് സന്താനങ്ങളിൽ നിന്നും നല്ലൊരു ശുഭവാർത്ത നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു. പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നതിനും നല്ല സമയമാണ്. കീർത്തിയും പ്രസക്തിയും എല്ലാം കൊണ്ടുവരുന്ന ഒരു സമയം. ധനാഗമം നല്ല രീതിയിൽ കിട്ടാനുള്ള സമയം. കിട്ടാനുള്ള പണം കുറേ കാലങ്ങളായി അത് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതാ അത് തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു യോഗവും. പിന്നെ നേരത്തെയൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പണങ്ങൾക്ക് നല്ലൊരു റിസൾട്ട്, അതിനൊക്കെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നതിനുള്ള ഒരു സമയമാണ് ജൂൺ മാസം. വിദേശത്ത് നിന്നുമുള്ള സമ്പത്ത് ആഗമനത്തിനുള്ള ഒരു യോഗവും ഈ സമയത്ത് ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കുള്ള യോഗവും ഉണ്ട്. ഈ മാസം ആരോഗ്യപരമായി നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ, അസിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സമയം, ഒരു യോഗമാണ് ആദ്യത്തെ രണ്ട് വാരം കാണുന്നത്. 2 ആഴ്ച നിങ്ങൾ കുറച്ച് ആഹാര ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്യാവുന്നതാണ്. വീട്ടിലെ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുവാൻ നോക്കുക ഈ സമയം. ഉപായം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നറിയാം. ഡെയിലി നിങ്ങൾ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിട്ടാണേലും കേൾക്കുക. പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം. എല്ലാ തിങ്കളാഴ്ചയും പച്ചപ്പാലിൽ കുറച്ച് തേൻ ഇട്ടതിന് ശേഷം അത് ഭഗവാന് ശിവലിംഗത്തിൽ അർപ്പിക്കുക. ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളെന്ന് നോക്കാം. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിനുള്ള നല്ലൊരു സമയം തന്നെയാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു യോഗം. വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും ഈ സമയം നല്ലതാണ്. പ്രോപ്പർട്ടി വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും നല്ല സമയം. ദാമ്പത്യ സൂക്കറുകൾ ചെറുതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്ത് മുമ്പോട്ട് പോകുക. ദേഷ്യം, നിങ്ങളുടെ വിദ്വേഷം കൂടാൻ പാടില്ല. എന്നാൽ ദേഷ്യമൊക്കെ കുറയ്ക്കുക. സംസാരത്തിൽ ശകലം കൺട്രോളൊക്കെ കൊണ്ടുവരണം. സംസാരത്തിൽ ഈ മാസം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ. പിന്നെ ഈ മാസം ആർക്കും ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പോകണ്ട. അതിന് നല്ല സമയമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം കുങ്കുമപ്പൂവ് ചാലിച്ച് നിങ്ങളുടെ പൊക്കിളിലും അതുപോലെ തന്നെ നെറ്റിയിൽ, ശേഷം നിങ്ങളുടെ നാവിലും ഒന്ന് തൊടിയിക്കുക. പിന്നെ തിങ്കളാഴ്ച ശിവലിംഗത്തിൽ ജലധാര നടത്തുക, ജലം അർപ്പിക്കുക. ശിവലിംഗത്തിലെ വൈറ്റ് ഫ്ലവേഴ്സ്, വെള്ള കളറുള്ള പൂവ്, അതുപോലെ തന്നെ ശിവലിംഗത്തിൻ്റെ അടുത്ത് കുറച്ചൊരു ശർക്കരയും വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഉപായങ്ങൾ നിങ്ങൾ മടങ്ങാതെ ചെയ്യുക. ഈ ഉപായങ്ങളൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. അതിൻ്റെ ഫലം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. മിഥുന രാശിക്കാർക്ക് ജൂൺ മാസം എങ്ങനെയിരിക്കും? നിങ്ങളുടെ നീചനായ ചൊവ്വ 3rd ഹൗസിലേക്ക് വരുന്നു. ഈ സമയം നിങ്ങൾക്ക് ഫുൾ എനർജി തന്നെ കൊണ്ടുവരുന്നു. ഈ മാസം നിങ്ങൾ സൂപ്പർ വുമനോ ഒക്കെ ആക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് വരാനുള്ള സമ്പത്തൊക്കെ
അതൊക്കെ അങ്ങ് തടസ്സങ്ങളായിരുന്നു. അതെല്ലാം മാറി അതൊക്കെ തിരിച്ചു കിട്ടുന്നതിനും ഒക്കെയുള്ള നല്ലൊരു സമയമാണ് ഈ സമയം. അതെല്ലാം ഒന്ന് മാറിക്കിട്ടി നല്ല സമയം. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ കുറച്ചൊരു അകന്നു നിൽക്കേണ്ടി വരുന്ന ഒരു സമയം. ഈ സമയം നിങ്ങളുടെ മടി പിടിച്ചൊന്നും ഇരിക്കാതെ നിങ്ങളുടെ എനർജി ആ നല്ല എനർജിയെ നിങ്ങൾ ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രവർത്തിച്ച് ഒന്ന് സന്തോഷിക്കുക. എല്ലാം നല്ലത് തന്നെയാണ് വരുന്നത്. ഉപായം എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാ ചൊവ്വാഴ്ചയും കടലമാവ് കൊണ്ടുള്ള ലഡ്ഡു ഉണ്ടാക്കി ഹനുമാൻജിക്ക് നിവേദ്യമായിട്ട് അർപ്പിച്ചതിന് ശേഷം അത് എല്ലാവർക്കും കൊടുക്കുക. ഗായത്രി മന്ത്രം 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലത്ത് കയ്യിൽ ചുമന്ന ചരട് നിങ്ങൾ കെട്ടുക. അത് 11 പ്രാവശ്യം ഹനുമാൻ ചാലീസ ജപിച്ചതിന് ശേഷം വേണം അത് കയ്യിലെടുത്ത് ചരട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കെട്ടാൻ, വലത് കയ്യിൽ കെട്ടുക. കർക്കിടക രാശിക്കാർക്ക് ജൂൺ മാസം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കണ്ടകശനി കഴിഞ്ഞ ഒരു കാലമാണ് ഈ സമയം. വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയം ആദ്യവാരം അത്ര ഒരു നല്ലതല്ല. കുടുംബാംഗങ്ങളിൽ നിന്ന് കുറച്ചൊരു അകലം പാലിക്കുക. അതുപോലെ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും ഒരു ആദ്യത്തെ വാരം ഒന്നൊരു അകലം പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ എനർജി തന്നെ കുറച്ചു ഡൗൺ ആയിരുന്നു. ജൂൺ 6 ശേഷം എല്ലാം ഒന്ന് മാറി നല്ലൊരു മാറ്റം വരുന്നതിനുള്ള ഒരു സമയമാണ് ഈ സമയം. വരുമാനം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെയുള്ള നല്ല സമയം. വിദേശയാത്ര നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സമയം. ആരോഗ്യപരമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നട്ടെല്ല്, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ ഉദരം സംബന്ധിച്ച പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തു നിന്നുള്ള ആഹാരങ്ങളൊക്കെ ഒഴിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഇരിക്കുക. ഉപായം എന്താണെന്ന് നോക്കാം. ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ കടുകെണ്ണ നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യുക, ജപിക്കുക. ചിങ്ങം രാശിക്കാർക്ക് ആദ്യത്തെ വാരം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടുതൽ ഒരു ദേഷ്യം കൂടുതലൊന്ന് വരുന്നതിനുള്ള ഒരു സമയമാണ് കാണുന്നത്. എന്തെന്നാൽ ചിങ്ങരാശിയുടെ എലിമെൻ്റ് തന്നെ അഗ്നിയാണ്. അപ്പോൾ കേതു 1.5 വർഷത്തേക്ക് നിങ്ങളുടെ രാശിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിനെല്ലാം ഒരു കാരണം. അപ്പോൾ നിങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാതെ വാദപ്രതിവാദത്തിൽ നിന്നൊക്കെ കുറച്ചൊന്ന് വിട്ടുമാറി നിൽക്കുക. മെഡിറ്റേഷനൊക്കെ ചെയ്ത് മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇരിക്കുക. അപ്പോൾ വ്യാഴം 11ാം ഭാവത്തിലും സൂര്യൻ ജൂലൈ പകുതിയോടുകൂടി നിങ്ങളുടെ വ്യാഴത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ കോമ്പിനേഷൻ വളരെ ഒരു നല്ല സമയമാണ്. ധനപരമായി വലിയ ഒരു ലാഭം കിട്ടുന്നതിനുള്ള ഒരു സമയം. യാത്ര കൊണ്ട് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും. പ്രോപ്പർട്ടി വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമുള്ള നല്ല സമയമാണ്. ഷെയർ മാർക്കറ്റിൽ നല്ല ഒരു നേട്ടം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. നല്ലതുപോലെ ചിന്തിച്ചതിന് ശേഷം കാൽക്കുലേറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. നല്ല ലാഭം തന്നെ കിട്ടും. ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ചുമന്ന കളറുള്ള ഒരു കർച്ചീഫ് നിങ്ങളുടെ പോക്കറ്റിൽ ഈ മാസം മൊത്തം വയ്ക്കുക. കുങ്കുമപ്പൂവ് ചാലിച്ച് ആദ്യം പൊക്കിളിൽ, അത് ശേഷം നെറ്റിയിൽ, നാവിൽ നിങ്ങൾ വെക്കുക. ശനിയാഴ്ച ആൽമരത്തിൽ ഒരു മൊന്ത നിറച്ച് വെള്ളം ഒഴിക്കുക. 10 മണിക്ക് മുമ്പ് വേണം ചെയ്യാൻ രാവിലെ. കന്നി രാശിക്കാർക്ക് ജൂൺ മാസം എങ്ങനെയെന്ന് നോക്കാം. നിങ്ങളുടെ ചൊവ്വ 12ാം ഹൗസിലും ശനി 7ാം ഹൗസിലും രാഹു 6ാം ഹൗസിലും കേതു 12ാം ഹൗസിലും വളരെ വിജയം കൊണ്ടുവരുന്ന ഒരു മാസം. വിദേശ സംബന്ധമായിട്ടുള്ള വ്യാപാരങ്ങളിൽ നല്ലൊരു റിസൾട്ട്, നല്ല ലാഭം കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പോൾ പേപ്പർ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡോക്യുമെൻറ്റ്സൊക്കെ സൈൻ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് കാലങ്ങൾ കൊണ്ട് കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് കഷ്ടതകളായിരുന്നു അല്ലേ കഴിഞ്ഞ കാലങ്ങൾ. അപ്പോൾ ഇതെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതിനെ എൻജോയ് ചെയ്യുക. ഈ മാസം നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ മാസം ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കേണ്ട ഒരു യോഗം വരുന്നുണ്ട്. അപ്പോൾ ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഡൊണേഷൻ ചെയ്യുക. അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും കുറച്ച് മെഡിസിൻ, അവരുടെ ഹോസ്പിറ്റൽ ബില്ലോ കുറച്ച് മെഡിസിനോ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത്
ഗോസേവ, എവിടെയെങ്കിലും പശുക്കളെ കാണുവാണെങ്കിൽ അതുങ്ങൾക്ക് എന്തെങ്കിലും ഗോസേവ ചെയ്യുക. ഓം നമ ശിവായ 108 പ്രാവശ്യം ജപിക്കുക. ഓക്കെ. തുലാരാശിക്കാർക്ക് നീചസ്ഥിതിയിലായിരുന്ന ചൊവ്വ ഇപ്പോൾ ധനസ്ഥാനത്ത് വരുന്നു. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികം വളരെ നല്ലതാണ്. ലവ് റിലേഷൻ നല്ലതായിട്ടിരിക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ വരുന്നതിനുള്ള യോഗമാണ് നടത്തുന്നതിനുള്ള യോഗമാണ് കാണുന്നത്. പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള യോഗമുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നവർ സൗത്ത് ഫേസിങ്, തെക്ക് ദർശനമുള്ള വീടുകൾ വാങ്ങിക്കാതിരിക്കുക, പ്രോപ്പർട്ടി വാങ്ങിക്കാതിരിക്കുക. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും. കൂടുതൽ വിഷമങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകും. ഉപായം എല്ലാവരും ചെയ്യണം കേട്ടോ. ഉപായം നിങ്ങൾ ചെയ്യേണ്ടത് കുങ്കുമപ്പൂ നിങ്ങൾക്ക് ചാലിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അത് നിങ്ങൾക്ക് ആദ്യം കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പൊക്കിളിലും നിങ്ങളുടെ നെറ്റിയിലും അതിനുശേഷം നാവിലും ഒന്ന് തൊടിയിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുക. സാറ്റർഡേ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ലേബേഴ്സിനൊക്കെ ഒരു ചായ ഒരു കടിയും മേടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ അർപ്പിക്കുക. വൃശ്ചികം രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ ആഹാര ക്രമീകരണം കൂടുതലായിട്ടും വേണം. നിങ്ങൾക്ക് അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയാണ്. പിന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള നല്ല സമയം. പിന്നെ വീട്ടിലും ജോലി സ്ഥലത്തും സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. തീർത്ഥാടനം ചെയ്യുന്നതിനുള്ള നല്ല സമയം. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ കുപ്പിയിൽ പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം അത് നിറച്ച് നിങ്ങളുടെ ബെഡിൻ്റെ അടുത്തോ എവിടെയെങ്കിലും വെക്കുക, ബെഡ് സൈഡിൽ വെക്കുക. ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് തീർച്ചയായിട്ടും ചെയ്യുക. ധനുരാശിക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ നീചസ്ഥിതിയിലിരുന്ന ചൊവ്വയെല്ലാം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. ഈ മാസം ഏറ്റവും നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നു. ദൈവാധീനം കൂടുതലുള്ള ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ദൈവാധീനം ഏറ്റവും കൂടുതൽ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ജോലി സ്ഥലത്തും ഒക്കെ നല്ലൊരു സമയം, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും ഒക്കെ നല്ലൊരു സമയം, എല്ലായിടത്തു നിന്നും ഒരു നല്ല സമയം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉപായങ്ങളും കൂടെ ചെയ്യുക. ഉപായങ്ങളെല്ലാം നല്ല സമയമാണെങ്കിലും അതിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളുടെ വലത്ത് കൈയിൽ ഒരു റെഡ് കളറുള്ള ചരട് ഈ മാസം മൊത്തം കെട്ടുക. ഹനുമാൻ ചാലീസ ഡെയിലി വേണം. ഗോസേവ നിങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ചകളിൽ. ഓക്കെ. പട്ടികൾക്ക് ആഹാരം കൊടുക്കുക. അതിൽ ചോറിട്ട് അതിൻ്റെ പാല് തീർച്ചയായിട്ടും വേണം. പാലും ചോറും കൊടുക്കാം, പാലും റൊട്ടിയും കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലും കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള പട്ടികൾക്കും കൊടുക്കുക. ഇത് തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ നല്ല സമയത്തെ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സമയമാണ്. ഉപായങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. മകരം രാശിക്കാർക്ക് ഈ മാസം കേതു 8ാം ഹൗസിലും ചൊവ്വ 7ൽ നിന്നും 8ലോട്ടും വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പെട്ടെന്ന് ധനപ്രാപ്തിക്കുള്ള ഒരു യോഗം ഈ മാസം കാണുന്നുണ്ട്. കുറേ സമയമായിട്ട് കിട്ടാതിരുന്ന പൈസയൊക്കെ നിങ്ങൾക്ക് ധനമെല്ലാം തിരികെ കിട്ടുന്നതിനുള്ള ഒരു സമയം തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഒന്നുമില്ല, എല്ലാം കൊണ്ടും ഒരു നല്ല സമയം തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട ഉപായം എന്ന് പറഞ്ഞാൽ, കുങ്കുമപ്പൂ ചാലിച്ച് നിങ്ങളുടെ പൊക്കിളിൽ നിങ്ങളുടെ നെറ്റിയിൽ ശേഷം നിങ്ങളുടെ നാവിൽ വെക്കുക. പിന്നെ കാൽഭൈരവ അഷ്ടകം ഡെയിലി നിങ്ങൾ കേൾക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമയമൊക്കെ മാറി നല്ലതായിട്ട് വരുന്നതായിരിക്കും. വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. എൻജോയ്. കുംഭം രാശിക്കാർക്ക് രാഹു നിങ്ങളുടെ രാശിയിൽ 1.5 വർഷത്തേക്ക് വന്നിരിക്കുകയാണ്. 6ൽ നിന്നും 7ാമത്തെ ഭാവത്തിലേക്ക്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കുറേ കാലങ്ങളായി ചിന്തയിൽ മാത്രം കൊണ്ട് നടന്നിരുന്ന കാര്യം അത് ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചുറച്ച കാര്യം ഇത് നടക്കുവാൻ പോകുന്നു. അപ്പോൾ ഈ സമയം അതിനുള്ള ഒരു സമയമാണ്. ആ മാറ്റത്തിനുള്ള ഒരു സമയമാണ്. ചിന്തയിൽ നിന്നും നിങ്ങളുടെ ചിന്തയിൽ മാത്രം ഇരുന്ന കാര്യങ്ങൾ ഇത് നിങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന ഈ സമയം. ജൂൺ 15 ശേഷം സൂര്യൻ രാശി പരിവർത്തനം ചെയ്യുന്ന ഈ സമയം അതെല്ലാം നിങ്ങളുടെ പ്രാവർത്തികമാക്കുന്നതിനുള്ള സമയമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ പേരും പെരുമയും എല്ലാം വർദ്ധിക്കുന്ന എല്ലാ യോഗങ്ങളും കിട്ടുന്നതിനുള്ള ഒരു സമയം. ഗവൺമെന്റിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ കിട്ടുന്നതിനും ഉള്ള നല്ല സമയം. ആരോഗ്യപരമായി നോക്കിയാൽ കണ്ണിന് ചില പ്രോബ്ലങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ മുടി കൊഴിച്ചിലിനും ജോയിന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഉപായങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പാലിൽ കൈമുക്കിയിട്ട് അത് നിങ്ങളുടെ നെറ്റിയിൽ ഒന്ന് തൊടുക. പാല് കൊണ്ട് ഒരു പൊട്ടിടുക, ഒരു കുറിയിടുക. ചൊവ്വാഴ്ച കടലമാവ് കൊണ്ട് ഉണ്ടാക്കിയ ലഡ്ഡു ഹനുമാൻജിക്ക് നിവേദിച്ചതിന് ശേഷം എല്ലാവർക്കും കൊടുക്കുക. എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ മഞ്ഞ കളറുള്ള പൂവ് നിങ്ങൾക്ക് സമർപ്പിക്കുക. മീനം രാശിക്കാർക്ക് ഈ മാസം നിങ്ങൾക്ക് ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേതു 6ാമത്തെ ഹൗസിലും രാഹു 12ാമത്തെ ഹൗസിലുമാണ്. നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് താമസിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ലോണൊക്കെ പെട്ടെന്ന് കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ലോണിൻ്റെയൊക്കെ പുറകെ പോകാതിരിക്കുക. നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്. വേറെ കുഴപ്പങ്ങൾ ഒന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അസിഡിറ്റി പോലുള്ള ദഹനം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മൂത്രാശയ രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ ഈ മാസം നിങ്ങളുടെ ധനപരമായി വളരെ നല്ല ഒരു സമയം തന്നെയാണ്. ഉപായം തീർച്ചയായിട്ടും ചെയ്യുക. കുങ്കുമപ്പൂവിൽ ചാലിച്ച് നെറ്റിയിൽ നിങ്ങൾക്ക് കുറിതൊടുക. ഗോസേവ ചെയ്യുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വൈകിട്ട് നെയ് വിളക്ക് തെളിയിക്കുക. ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഒത്തിരി ലോങ് ആയെന്ന് തോന്നുന്നു. എല്ലാവരും കേട്ട് എല്ലാവരുടെ ഉപായങ്ങളെല്ലാം ചെയ്യണം. ഉപായങ്ങളെല്ലാം എല്ലാവരും തീർച്ചയായും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നാമജപം ചെയ്യുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ.